ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. രസഗുള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. അതിനായി നമ്മളിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് പിരിച്ചെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടിതിങ്ങനെ ഒന്ന് ഇളക്കാം. പാല് പിരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കിയും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് പിരിഞ്ഞ് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. പാലും ഇതും കൂടെ സെപ്പറേറ്റ് ആയി, കണ്ടില്ലേ? ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് പോയി കിട്ടട്ടെ. നമ്മുടെ പാല് പിരിച്ചെടുത്തു. ഇതാണ് പനീർ. ഇനി നമുക്ക് ഇതിൽ രസഗുള ആക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തു. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനാണ് 1 ഗ്ലാസ് പഞ്ചസാര ഇടാം. ഇനി അതേ ഗ്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് തിളയ്ക്കാൻ വയ്ക്കാം. നമ്മുടെ രസഗുളയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലയ്ക്ക നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം. ഇത് തിളയ്ക്കുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇപ്പം നല്ല തിളച്ച് വന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിട്ട ഏലയ്ക്ക ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തിളയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ ബോൾസിൽ ആ പഞ്ചസാരയെല്ലാം കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ ബോൾസ് കണ്ടോ, വലുതായി, കണ്ടില്ലേ? ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടിയിരുന്നു, പക്ഷേ സിമ്മിൽ തന്നെ ആക്കി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ രസഗുള. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ടേസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഇനി ടേസ്റ്റ് ചെയ്യാം.
അങ്ങനെ സൂപ്പറായിട്ടുണ്ടല്ലോ. താങ്ക് യു. അപ്പോൾ നമുക്ക് അമ്മ ഉണ്ടാക്കിയ വളരെ സൂപ്പർ രസഗുള ടേസ്റ്റ് ചെയ്യാം. കാണുമ്പോൾ തന്നെ എന്താ ഭംഗി. അപ്പം നമുക്കതിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഡെക്കറേഷൻ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. ഇത് ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. എന്നിട്ട് സൂപ്പറായിട്ടുണ്ട്. നല്ല റിഫ്രഷിങ് ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നല്ല റിഫ്രഷിങ് ആയിട്ട് നമ്മുടെ ലെമണിൻ്റെ ടേസ്റ്റും പാലിൻ്റെ ആ ഒരു മധുരവും എല്ലാമായിട്ട് നല്ല രുചിയായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഫെസ്റ്റിവൽസ്, നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോഴൊക്കെ നമുക്ക് ഞെട്ടിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.